നമസ്കാരം. അച്ഛനുണ്ടായിരിക്കെ ഒരു കുട്ടി എങ്ങനെയാണ് അനാഥനായി തീരുക? ദാരിദ്ര്യം കൊണ്ട് 2ാം ക്ലാസ്സിൽ പഠിപ്പ് നിർത്തി പോകേണ്ടി വന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാൻ പറ്റുമോ? 15 വയസ്സ് കഴിഞ്ഞിട്ട് 1ാം ക്ലാസ്സിൽ വന്ന് വീണ്ടും ചേർന്ന് പഠനം തുടരുന്ന ഒരു കുട്ടിയെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാനാവുമോ? അത്തരം ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ പേരാണ് മന്നത്ത് പത്മനാഭ പിള്ള. കഴിഞ്ഞ ദിവസം ആയിരുന്നല്ലോ മന്നം ജയന്തി. മന്നത്ത് ജയന്തി നമുക്കൊരു പൊതു അവധി ദിനം കൂടിയാണ്. 1878 ജനുവരി 2-നാണ് മന്നത്ത് പിറന്നത്. 1970 ഫെബ്രുവരി 25-നാണ് മരിച്ചത്. 147 കൊല്ലമായി മന്നം പിറന്നിട്ട്. ഭാരത കേസരി എന്ന വിഖ്യാതനായ നേതാവാണ് അദ്ദേഹം. കേരള മാളവ്യ എന്ന പേരിൽ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യയുടെ കേരളാവതാരം എന്ന രീതിയിൽ അദ്ദേഹത്തെ വലിയ തോതിൽ ആദരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്താണ് മന്നത്ത് പത്മനാഭൻ എന്ന നേതാവിനെ സൃഷ്ടിച്ച സാമൂഹ്യ സാഹചര്യം എന്തായിരുന്നു? മന്നത്ത് പത്മനാഭന്റെ യഥാർത്ഥ സംഭാവനകൾ എന്താണ്? അദ്ദേഹം കേരളീയ നവോത്ഥാനത്തിൽ വഹിച്ച പങ്കിന്റെ രീതിശാസ്ത്രം എന്തായിരുന്നു? മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകന് മറ്റ് നവോത്ഥാന നായകരിൽ നിന്ന് വ്യത്യസ്തമായ ചില അടിസ്ഥാന സ്വഭാവങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയാനാണ് ഇന്നത്തെ ഈ വർത്തമാനം. അനാഥത്വവും ദാരിദ്ര്യവും സ്വാഭിമാനവുമാണ് മന്നത്ത് എന്ന നേതാവിനെ സൃഷ്ടിച്ചത്. അച്ഛൻ ഉപേക്ഷിച്ചു പോയ ഒരു മകനാണെങ്കിൽ ക്രൂരനായ അച്ഛൻ്റെ നിസ്സഹായനായ പുത്രൻ എന്ന നിലയിൽ ഒരു വ്യക്തി മാത്രമാകുമായിരുന്നു, ദുർബലനായ ഒരു മനുഷ്യൻ മാത്രമാകുമായിരുന്നു മന്നത്ത്. പക്ഷേ അദ്ദേഹം അനാഥനായി പോയത് ഒരു സാമൂഹ്യ ദുരാചാരത്തിന്റെ പുറത്താണ്. സംബന്ധം എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു. മന്നത്തിന്റെ അച്ഛന്റെ പേര് ഈശ്വരൻ നമ്പൂതിരിയാണ്. നമ്പൂതിരിമാർക്ക് നായർ സ്ത്രീകളിൽ സംബന്ധം ഉണ്ടായിരുന്ന ഒരു കാലം എല്ലാ മലയാളിക്കും ഓർമ്മയുണ്ടല്ലോ. മന്നത്ത് പാർവതിയമ്മ എന്ന അമ്മയോട് ഈശ്വരൻ നമ്പൂതിരിക്ക് സംബന്ധമുണ്ടായിരുന്നു. പത്മനാഭൻ എന്ന കുഞ്ഞ് പിറന്നു കഴിഞ്ഞപ്പോൾ ഈശ്വരൻ നമ്പൂതിരിക്ക് സംബന്ധം അടുത്തുപോയി. അമ്മയാകട്ടെ മറ്റൊരു കല്യാണം, കളത്തിൽ വേലുപിള്ളയെ കല്യാണം കഴിക്കുകയും അതിൽ പിന്നീട് 4 കുഞ്ഞുങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ രണ്ടിടത്തും അച്ഛനും അമ്മയും ഒരുമിച്ചില്ലാത്ത, അച്ഛനും അമ്മയും ഒന്നായ സഹോദരങ്ങളില്ലാത്ത ഒരു കുട്ടിയായി അനാഥത്വം പേറിക്കൊണ്ടാണ് മന്നത്ത് പത്മനാഭ പിള്ള വളർന്നത്. അങ്ങനെ ഒരു അനാഥമായ ബാല്യമുണ്ട്. ആ ബാല്യം ഉണ്ടാക്കിയത് യഥാർത്ഥത്തിൽ വ്യക്തികളല്ല, സാമൂഹ്യ ദുരാചാരമാണ്. ഒരു സാമൂഹ്യ ദുരാചാരം ഒരു കുട്ടിയെ അനാഥനാക്കുമ്പോൾ ആ കുട്ടിയിൽ ഉണ്ടായി വരുന്നത് തീർച്ചയായും നവോത്ഥാനത്തിന്റെ ചിന്തകളുള്ള ഒരു യുവത്വമാണ്. അനാഥത്വത്തിന്റെ ദാരിദ്ര്യം കൊണ്ടാണ് അവന് പഠിക്കാൻ പറ്റാതെ പോയത്. കടുത്ത പട്ടിണി കൊണ്ട് 2ാം ക്ലാസ് വരെ സ്കൂളിൽ പഠിച്ചിട്ട് പിന്നെ തുടരാനാവാതെ പഠനം നിർത്തി പോകേണ്ടി വന്ന ഒരാൾ, പിന്നെ ചെറിയ വരുമാനത്തിന് ബാലവേല പോലുള്ള ജോലിക്കൊക്കെ പോകേണ്ടി വന്ന ഒരാൾ, ഒടുവിൽ 15 വയസ്സ് പൂർത്തിയായപ്പോൾ തിരിച്ച് 1ാം ക്ലാസ്സിൽ ചേരേണ്ടി വന്ന ഒരു ബാലൻ. നമുക്കൊക്കെ SSLC പരീക്ഷ പാസ്സാകുന്ന കാലമാണ്. അന്ന് 1ാം ക്ലാസ്സിൽ ചേർന്ന ഒരു ബാലന്റെ പേരാണ് മന്നത്ത് പത്മനാഭൻ. എന്നിട്ടും ആ പത്മനാഭൻ പഠിച്ചു, അധ്യാപകനായി. ആദ്യത്തെ അധ്യാപക ജോലി അദ്ദേഹം രാജിവെച്ചു പോയി. ദാരിദ്ര്യമുണ്ടായിട്ടും അദ്ദേഹത്തിന് ജോലി രാജിവെക്കേണ്ടി വന്നു. ചങ്ങനാശ്ശേരി മിഡിൽ സ്കൂളിലായിരുന്നു ആ ജോലി. ഒരു കുട്ടി ക്ലാസ്സിൽ അനുസരണക്കേട് കാണിച്ചു. ആ കുട്ടിയെ ബെഞ്ചിൽ കയറ്റി നിർത്തുകയും പുറത്താക്കുകയും ചെയ്തു. അധ്യാപകനായ മന്നത്ത് പത്മനാഭനോട് ചോദിക്കാതെ ആ സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർ വെങ്കിടാചലം അയ്യര് വന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് കുട്ടിയെ പുറത്താക്കിയ അധ്യാപകനോട് എന്തിനാണ് പുറത്താക്കിയതെന്ന് അന്വേഷിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാതെ അധികാരം ഉപയോഗിച്ച് ആ കുട്ടിയെ തിരിച്ച് ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിച്ചു. അഭിമാനത്തിന് മുറിവേറ്റ മന്നത്ത് പത്മനാഭൻ അന്ന് രാജിവെച്ചു പോയി. ഈ 3 സംഭവങ്ങൾ മന്നത്ത് പത്മനാഭൻ എന്ന നേതാവിനെ ഉണ്ടാക്കിയെടുത്ത സാമൂഹ്യ സാഹചര്യങ്ങളിൽ പെടും. 2ാമത്തെ ചോദ്യം, മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകന്റെ പ്രവർത്തന പരിപാടികളിൽ ഉണ്ടായിരുന്ന മൗലികമായ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എല്ലാം ഞാൻ പറയുന്നില്ല. മൗലികമായ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. നവോത്ഥാനത്തിന്റെ എല്ലാ നായകന്മാരും വിളിച്ചു പറഞ്ഞത് ഒരു സമുദായത്തിനകത്ത് നടക്കേണ്ട പരിഷ്കരണ പ്രവർത്തനങ്ങളാണ്. അതിനാദ്യം വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ ഉൾപ്പെടെയുള്ള നവോത്ഥാന നായകന്മാരൊക്കെ പറഞ്ഞതുപോലെ ആദ്യം വേണ്ടത് സംഘടിക്കുകയാണ്. മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും വലിയ സംഭാവന നമുക്കറിയാം. അദ്ദേഹം NSSന്റെ ആചാര്യനാണ്. 1912-ൽ കേരളീയ നായർ സമാജം എന്നൊരു സംഘടനയാണ് മന്നത്ത് പത്മനാഭൻ ആദ്യം ഉണ്ടാക്കുന്നത്. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ 1914-ൽ അതിൻ്റെ പേര് നായർ ഭൃത്യജന സംഘം എന്നായി. 1 കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ നായർ സർവീസ് സൊസൈറ്റിയായി അതിൻ്റെ പേര് മാറ്റി. 1915 തൊട്ട് NSS ഉണ്ട്. തൻ്റെ സമുദായത്തെ സംഘടിപ്പിക്കുക എന്ന നവോത്ഥാന ദൗത്യമാണ് അദ്ദേഹം ആദ്യം ചെയ്തത്. 2ാമത്തെ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം ആ സമുദായത്തിന്റെ പരിമിതികൾ എന്താണ്, ദൗർബല്യങ്ങൾ എന്താണ്, അജ്ഞതകൾ എന്താണ്, അന്ധവിശ്വാസങ്ങൾ എന്താണ്, ആ പരിമിതികളെ അവർക്ക് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക, ബോധവൽക്കരിക്കുക. അദ്ദേഹം അത് ചെയ്തതിന്റെ ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. മന്നത്ത് പത്മനാഭന്റെ ഏറ്റവും മികച്ച നവോത്ഥാന പ്രവർത്തനം ആദ്യമായി വരുന്നത് നമ്മൾ കാണുന്നത് വൈക്കം സത്യാഗ്രഹത്തിലാണ്. 1924-ലെ വൈക്കം സത്യാഗ്രഹത്തിൽ മന്നത്തിന് സവിശേഷമായ റോളുണ്ട്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം മന്നത്ത് വൈക്കം സത്യാഗ്രഹത്തിൽ വഹിച്ച പങ്ക് ഒരു സവർണ ജാഥ സംഘടിപ്പിക്കുകയാണ്. 1 ആയിരുന്നില്ല, 2 ആയിരുന്നു, നമുക്കറിയാം. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് രാജകൊട്ടാരത്തിലേക്ക് ഒരു ജാഥ, അതുപോലെ തന്നെ തെക്ക് നാഗർകോവിൽ നിന്ന് വടക്കോട്ടൊരു ജാഥ,
ഈ രണ്ട് ജാഥകളെയും രണ്ടുപേരെയാണ് ഏൽപ്പിച്ചത്. രണ്ടുപേരും കേരളീയ നവോത്ഥാനത്തിൽ വലിയ പങ്കുവഹിച്ച നായകന്മാരാണ്. വൈക്കത്ത് നിന്ന് 1924 നവംബർ 1 പുറപ്പെട്ട സവർണ ജാഥ 12-ാം തീയതി തിരുവനന്തപുരത്തെത്തി. അതേ സമയത്ത് തന്നെ തെക്ക് കന്യാകുമാരിക്കടുത്ത നാഗർകോവിൽ നിന്ന് തുടങ്ങിയ ജാഥ നയിച്ചത് ഡോക്ടർ ME നായിഡു എന്ന വലിയ ശുചീന്ദ്രം സമരത്തിന്റെയൊക്കെ നായകനായിരുന്ന ME നായിഡുവാണ്. ആ ജാഥയും നവംബർ 12 തിരുവനന്തപുരത്തെത്തി. ഈ രണ്ട് ജാഥയിലും ഇടയിൽ നായകന്മാർ ചേർന്ന് മഹാറാണിയെ കണ്ട് നിവേദനം സമർപ്പിച്ച കാലമായിരുന്നു അത്. അതാണ് ജാഥയുടെ പ്രത്യേകത. എന്തുകൊണ്ട് സവർണ ജാഥ? വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ പരിസരത്തൂടെ അവർണജാതിയിൽപ്പെട്ട മനുഷ്യന്മാർക്ക് വഴി നടക്കാൻ പാടില്ല എന്ന ദുരാചാരം ആരുണ്ടാക്കിയതാണ്? അതുണ്ടാക്കിയത് സവർണനാണെങ്കിൽ അവനാണ് അതിനെതിരായിട്ട് ആദ്യം പ്രതിഷേധിക്കേണ്ടത്, അവനെയാണ് ആദ്യം ബോധവൽക്കരിക്കേണ്ടത്, അവനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന ബോധ്യം. ആ ബോധ്യമാണ് സവർണ ജാഥയുടെ അടിസ്ഥാനപരമായ ആശയം. സവർണൻ അവർണനോട് കാണിച്ച അതിക്രമങ്ങൾക്കെതിരായി പ്രതിഷേധിക്കാനും പ്രകടനം നടത്താനും സമരം ചെയ്യാനും അവർണർക്ക് അവസരം കൊടുക്കുന്നതിന് പകരം ആരാണോ ഈ കുറ്റകൃത്യം ചരിത്രപരമായി ചെയ്തത് അവരെ കൊണ്ട് തന്നെ സമരം ചെയ്യിക്കുക, അവരെ കൊണ്ട് തന്നെ ഏറ്റുപറയിക്കുക. ഇത് ഞങ്ങൾ ചെയ്ത പാപമാണ്, ഞങ്ങളിതാ തിരുത്തുന്നു എന്ന് മുദ്രാവാക്യം വിളിക്കുക. അതായിരുന്നു നവോത്ഥാനത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട അടയാളം. 3, അങ്ങനെയാണെങ്കിൽ ചരിത്രപരമായി സാമൂഹ്യ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ നിലപാടുകൾ ഒരു സമുദായം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അത് തിരുത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടത്, അത് ചരിത്രപരമായ രേഖയാക്കി മാറ്റേണ്ടത് ആരുടെ ഭാഗത്തു നിന്നാണ്? അതും സവർണന്റെ ഭാഗത്തു നിന്നാണ്. അതിൻ്റെ തെളിവും മന്നത്ത് പത്മനാഭൻ കാണിച്ചു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തെളിവ് പക്ഷേ ഗുരുവായൂർ സത്യാഗ്രഹത്തിലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം തുടങ്ങുന്ന 1931-ലാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിലെ മന്നത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ കൂടി ചേർത്ത് പറഞ്ഞാലേ ഈ നവോത്ഥാനത്തിൻ്റെ മൂന്നാമത്തെ ദൗത്യം എങ്ങനെയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നമുക്കറിയാവുന്നതുപോലെ AKG നയിച്ച വലിയ ജാഥയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ നടന്ന റഫറൻഡമാണ്. എന്തായിരുന്നു റഫറൻഡം? ഒരു വോട്ടെടുപ്പായിരുന്നു. അന്നത്തെ കോൺഗ്രസ് കമ്മിറ്റി മുൻകൈയെടുത്ത് നടത്തിയ ഒരു വോട്ടെടുപ്പായിരുന്നു അത്. 1932 ഡിസംബർ മാസം 3-ാം തീയതി മുതൽ 22-ാം തീയതി വരെ നടന്നൊരു വോട്ടെടുപ്പായിരുന്നു. എന്തിനായിരുന്നു ആ വോട്ടെടുപ്പ്? ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണരായ മനുഷ്യരെ പ്രവേശിപ്പിക്കുന്നതിന് ആ പ്രദേശത്തെ പൊന്നാനി താലൂക്കിലെ സവർണ കുടുംബങ്ങൾക്ക് സമ്മതമാണോ അല്ലയോ? പ്രായപൂർത്തിയെത്തിയ സവർണർമാർ ഓരോരുത്തരും വോട്ട് ചെയ്യട്ടെ, അവർ പറയട്ടെ ഈ അനീതി അവസാനിപ്പിക്കണമോ വേണ്ടയോ എന്ന് അവർ പറയട്ടെ. അങ്ങനെ നടന്നൊരു വോട്ടെടുപ്പാണ്. ആ വോട്ടെടുപ്പിന് വേണ്ടി കോൺഗ്രസ് പാർട്ടിയുടെ വളണ്ടിയർമാരായിട്ട് 300 പേര് പ്രവർത്തിച്ചു. വോട്ട് ചെയ്യാനുള്ള പുസ്തകത്തിൽ ഓരോരുത്തരും പേരെഴുതി ഒപ്പിട്ട് വാങ്ങുന്ന വോട്ടായിരുന്നു. ആ വോട്ട് ചെയ്യാനുള്ള പുസ്തകങ്ങളുമായി കാൽനടയായി ജാഥകൾ നടത്തി വീടുകൾ തോറും ഈ 300 വളണ്ടിയർമാർ കടന്നിറങ്ങി. എത്രയായിരുന്നു അന്നത്തെ പൊന്നാനി താലൂക്കിലെ വോട്ടർമാർ? 8416 കുടുംബങ്ങളിലായിട്ട് പ്രായപൂർത്തിയെത്തിയ വോട്ടർമാർ എന്ന് പറഞ്ഞാൽ സവർണ ഹിന്ദുക്കൾ 27465 പേരുണ്ടായിരുന്നു. അവരിൽ വോട്ട് ചെയ്തത് 20167 പേരാണ്. ബാക്കി 7298 പേര് പങ്കെടുത്തില്ല. 20167 പേർ വോട്ട് ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ അവർണർക്ക് പ്രവേശനം നൽകാമോ പാടില്ലയോ എന്നായിരുന്നു ചോദ്യം. നൽകണം എന്ന് വോട്ട് ചെയ്തത് 20,000-ൽ 15,568 പേർ എന്ന് പറഞ്ഞാൽ പൊന്നാനി താലൂക്കിലെ അന്നത്തെ സവർണ ഹിന്ദുക്കളായ പ്രായപൂർത്തിയായ മനുഷ്യരിൽ 77% പേരും ഇത് അനീതിയാണ്, ഗുരുവായൂരപ്പനെ തൊഴാൻ ഭക്തന്മാരായ എല്ലാ ഹിന്ദുക്കൾക്കും അവർണ ജാതിക്കാർക്ക് കൂടി അവസരം നൽകണം എന്ന ബോധ്യത്തിലേക്ക് പൊന്നാനി താലൂക്കിലെ സവർണ ഹിന്ദുക്കളെ എത്തിച്ചു എന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എതിർത്ത് വോട്ട് ചെയ്ത 2583 പേരുണ്ട് എന്ന് പറഞ്ഞാൽ 13% എതിർത്തുള്ളൂ. ബാക്കി നിഷ്പക്ഷത, എന്തായാലും ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന നിഷ്പക്ഷത പാലിച്ചവരാണ് 2016 പേർ എന്ന് പറഞ്ഞാൽ 10% പേർ. എന്ന് പറഞ്ഞാൽ ഒരു ചരിത്രഘട്ടത്തിൽ നടന്ന നിർണായകമായ ഒരു നവോത്ഥാന സമരത്തെ ആരാണ് ആ സാമൂഹ്യ ദുരാചാരത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അവരെ തന്നെ കൃത്യമായൊരു വോട്ടെടുപ്പിലൂടെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നതാണ്. മഹാഭൂരിപക്ഷം പേരും ഇത് അനീതിയാണ് എന്ന് സമ്മതിപ്പിച്ചുകൊണ്ട് ഒരു നവോത്ഥാന വിപ്ലവം നടപ്പാക്കാൻ കഴിഞ്ഞു എന്നതാണ് മന്നത്തിൻ്റെ പ്രധാനപ്പെട്ട ഇടപെടൽ എന്ന് ഞാൻ വിചാരിക്കുന്നു. തീർച്ചയായും ഇത് നമ്മുടെ നവോത്ഥാനത്തിൻ്റെ നാൾവഴിയിലെ ഏറ്റവും മനോഹരമായൊരു മാതൃകയാണ്. ആരാണ് നവോത്ഥാനം നടത്തേണ്ടത്? അത് ഏത് സമുദായത്തിനകത്താണോ നമുക്ക് തിരുത്തൽ ആവശ്യമുള്ളത് ആ സമുദായമാണ് നവോത്ഥാനം നടത്തേണ്ടത്. അവരെയാണ് ബോധവൽക്കരിക്കേണ്ടത്, അവരാണ് തിരുത്തേണ്ടത്, അവരാണ് ചരിത്രം കുറിക്കേണ്ടത്. ഞങ്ങളുടെ ചരിത്രപരമായ അബദ്ധം ഞങ്ങളിതാ തിരുത്തിയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കേണ്ടത് അവരാണ്. അതുകൊണ്ടാണ് മന്നത്ത് പത്മനാഭനെ തീർച്ചയായിട്ടും നവോത്ഥാന നായകൻ എന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ്. അതുപോലെ മന്നത്ത് പത്മനാഭൻ തീർച്ചയായിട്ടും സമരത്തിന് ആഹ്വാനം ചെയ്യുന്ന ഒരാളായിരുന്നില്ല. മന്നത്ത് പത്മനാഭൻ ആരെങ്കിലുമൊക്കെ സമരം ചെയ്തിട്ട് ആരെങ്കിലുമൊക്കെ ജയിച്ചു വരുമ്പോൾ അതിൻ്റെ അവകാശം വാദവുമായി രംഗത്ത് വന്നയാളായിരുന്നില്ല. മന്നത്ത് പത്മനാഭൻ യഥാർത്ഥത്തിൽ സമരം നയിച്ചയാളാണ്. എല്ലാ സമരത്തിലും
നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലുണ്ടായിരുന്നു. അദ്ദേഹം തിരുവിതാംകൂറിലെ MLA ആയിരുന്നു. വിമോചന സമരത്തിൽ പങ്കെടുത്തിരുന്നു. പട്ടം, മന്നം, ബാഫക്കി തങ്ങൾ എന്ന മുദ്രാവാക്യം നമ്മൾ കേട്ടതാണ്. നേരിട്ട് പങ്കെടുക്കുകയാണ് സമരത്തിൽ. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉള്ളപ്പോഴും മന്നത്ത് പത്മനാഭൻ നവോത്ഥാന ചരിത്രത്തിൽ വേറിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ് ഞാൻ പറയാൻ ശ്രമിച്ചത്. 2 കാരണം കൊണ്ടാണ്. ആ നേതാവിനെ രൂപപ്പെടുത്തിയ ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്. 2, ആ നേതാവിൻ്റെ കർമ്മ മാർഗത്തിൽ സവിശേഷമായ ഒരു രീതിശാസ്ത്രമുണ്ട്. അത് രണ്ടും അറിഞ്ഞു വേണം നവോത്ഥാനം എന്താണെന്ന് പഠിക്കാൻ. മന്നത്ത് പത്മനാഭൻ കേരളീയ നവോത്ഥാനത്തിൻ്റെ ലക്ഷണമൊത്ത ഒരു പാഠപുസ്തകമാണ്. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.